ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് ഐരാപുരം. ഇത് നമ്മുടെ പെരുമ്പാവൂർ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ കോളേജ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് ഈ കോളേജിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കുറേ ഓർമ്മകളും അതേപോലെ തന്നെ ഞങ്ങളുടെ റീയൂണിയനുമാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് കോളേജിലേക്കുള്ള വഴി. ഈ വഴിയൊക്കെ ഞങ്ങൾ നടന്നാണ് കേട്ടോ പണ്ട് വന്നുകൊണ്ടിരുന്നത്. 1999, 2001 ആ കാലഘട്ടത്തിലാണ് ഇവിടെ പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ കോളേജിലേക്ക് വണ്ടി ഓടിച്ച് കയറാൻ പോകുന്നു. അന്ന് നമ്മൾ ബസ് ഇറങ്ങി നടന്ന് വന്നുകൊണ്ടിരുന്ന, പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മാറ്റം. ആഹാ. പക്ഷെ ആ പഴയ ബിൽഡിങ്ങൊക്കെ അങ്ങനെയാണ്. അതെ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഈ വണ്ടി ആദ്യം കൊണ്ടുപോയിട്ടിട്ട് ഞാൻ നിങ്ങളെ കോളേജ് ഒന്ന് പരിചയപ്പെടുത്താം. അവർക്ക് മനസ്സിലാവുന്നില്ല ഇതാരാണ്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പലരെയും കാണുന്നത്. അതൊക്കെ നല്ല രസകരമായിരുന്നു. ചിലവർക്കൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. ഞാൻ കോളേജും എൻ്റെ ഫ്രണ്ട്സിനെയും പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളുടെ ബസ് ഇറങ്ങുന്ന ആ ഒരു ബസ് സ്റ്റോപ്പ്, ഈ കനാലൊക്കെ കണ്ടോ? ഇതൊക്കെ ഭയങ്കര ഓർമ്മകളാട്ടോ. വെള്ളം ഉണ്ടാവും ചില സമയത്ത് വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ പല ഓർമ്മകൾ. ഇതാണ് നമ്മളുടെ ആ ബസ് സ്റ്റോപ്പ്. ഞങ്ങൾ ഇങ്ങനെ ബസ് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കും. അന്ന് ഇത്രയും അടിപൊളിയൊന്നുമല്ല. കുറച്ചും കൂടി ചെറിയ സൗകര്യം, ചെറിയൊരു തട്ടുകടയോ അങ്ങനെ 1-2 തട്ടുകട മീൻസ് ചെറിയ ഈ നാരങ്ങ കിട്ടുന്ന കടകളും അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഇവിടെ നിന്ന് നടന്ന് ഞങ്ങൾ ഇതിലൂടെ അങ്ങ് പോകും. അതൊരു വല്ലാത്ത ഓർമ്മയാണ് കേട്ടോ. ആ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് ഇതിലൂടെ അകത്തേക്ക്, അതൊരു ഓർമ്മയായിരുന്നു കേട്ടോ. പ്രീ ഡിഗ്രിക്ക് ഞങ്ങളുടെ ലാസ്റ്റ് ബാച്ചായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് ബാച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ ഭയങ്കര കാരണം കോളേജിൽ പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ചാണ്. പിന്നീട് പ്ലസ് ടു അതിന് മുമ്പേ തുടങ്ങിയെങ്കിലും പ്രീ ഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ചായിട്ട് വന്നത് ഞങ്ങളുടെ ബാച്ചായിരുന്നു. കൊമേഴ്സ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ആണ് പഠിച്ചത്. ഭയങ്കര രസമായിരുന്നു. കാരണം കോളേജ് ജീവിതം ഭയങ്കര അടിപൊളിയായിരുന്നു. റിമി ടോമിയുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിലേക്കോ അങ്ങനെ എന്തോ ഒരു പരിപാടിക്ക്. അതൊന്നും എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോളേജിൽ വെച്ചിട്ടാണ് ഇന്ന് ഞങ്ങളുടെ റീയൂണിയൻ. 25ാമത്തെ വർഷമാണ്. 2026 ആകുമ്പോൾ 25ാമത്തെ വർഷമാവും. ഇന്ന് ഞങ്ങൾ അതിനു മുമ്പ് കുറച്ച് പേരേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെ ഇനി അടുത്ത വർഷം നമ്മളെന്തായാലും കൊണ്ടുവരും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുറച്ച് പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞങ്ങളുടെ കുറേ ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞു പോകാം. ചിലപ്പോൾ നിങ്ങൾക്കും അതിൽ നിങ്ങളുടെ ഓർമ്മകൾ കയറി വരട്ടെ. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ സ്വന്തം ശ്രീശങ്കര വിദ്യാപീഠം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? മനസ്സിലായി? പേര് പറയാറില്ല എന്നുള്ളൂ, പക്ഷെ മനസ്സിലായല്ലോ. കാണുമ്പോ ഒന്നും വലിയ വ്യത്യാസമില്ല. നമ്മുടെ ടീം ഫുൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോണ്ടാ. പോട്ടെ. സത്യം പറഞ്ഞ പേരുകൾ എല്ലാവരുടെയും ഒന്നും ഓർമ്മയില്ല, പക്ഷെ കുറേയൊക്കെ ഓർമ്മയുണ്ട്. ഇവിടെ ഒന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ഇതൊക്കെ ഒരു പ്ലെയിൻ വേറെ എന്തൊക്കെയോ ആയിരുന്നു, ഓർമ്മയില്ല കറക്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ശങ്കരാചാര്യരുടെ വലിയൊരു പ്രതിമ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൊള്ളാം. നല്ല രസകരമായിട്ടുള്ളൊരു ക്യാമ്പസ് തന്നെയായിരുന്നു അന്ന്. ഈ മരം കണ്ടോ? നാഗമരം എന്നാണ് ഇതിന് പറയുന്നത്. പല പേരുകളിൽ ഇത് അറിയപ്പെടും. പണ്ടൊക്കെ ഇത് പണ്ട് മുതലുള്ള മരം കേട്ടോ. എനിക്ക് ഉറപ്പായിട്ട് ഓർമ്മയുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ളതാണ്. കാരണം ഞാനിത് എൻ്റെ ഓർമ്മയിലുള്ളതാണ്. ഞങ്ങളന്ന് ഇതിൻ്റെ കായ ആക്ച്വലി ഈ വീണയുടെ ഇതുണ്ടല്ലോ അറ്റത്ത് വരണേ ആ ഒരു സംഭവമായിട്ടൊക്കെ ഇതിൽ നിന്നുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും അത് കറക്റ്റ് ഓർമ്മ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ സെർച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. അങ്ങനെ ഒരു ഓർമ്മകളുള്ള ഒരു സംഭവമാണ്, സ്ഥലമാണ്. കൊള്ളാം കേട്ടോ, സംഭവം അടിപൊളി. ഈ റീയൂണിയൻ ഞാൻ എൻ്റെ ഇത്രയും വർഷം കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25ാമത്തെ വർഷമാകുമ്പോൾ കോളേജിൽ. അതേപോലെ തന്നെ സ്കൂളിൽ ഞാൻ പോയിട്ടില്ല റീയൂണിയന്, കോളേജിൽ പോയിട്ടില്ല. ഡിഗ്രി പഠിച്ചത് ഹിന്ദുസ്ഥാനിലാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അവിടെയും പോയിട്ടില്ല ഇതുവരെ. ഇത്രയും വർഷമായി. അപ്പോൾ അത് ഇത്രയും വർഷമായിട്ടില്ല. അതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് വേണം ഒരു 10, 20, 22, 14 ഒരു 20, 22 വർഷമായിട്ടുണ്ടാവും.
നല്ല രസമുള്ളൊരു പരിപാടിയാണ്. എല്ലാവരെയും കണ്ടു, എടാ എടി എന്നൊക്കെ വിളിച്ച് അതൊരു രസമുണ്ട്. ഞാൻ എല്ലാവരും ഇനി ഞങ്ങൾ ഈ ക്യാമ്പസ് മുഴുവനും എല്ലാവരും കൂടി വന്നിട്ട് നമ്മളെല്ലാവരും ചേർന്നൊരു കറങ്ങായിരുന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല ഓർമ്മകളായിരിക്കും. കമ, ഇതാണ് ഞങ്ങളുടെ സ്വന്തം ശ്രീശങ്കര വിദ്യാപീഠം. ഇവിടെയാണ് ഞാൻ പ്രീ ഡിഗ്രി, ഞങ്ങളാണ് ലാസ്റ്റ് ബാച്ച്. ഞങ്ങളുടെ ഒരു ഒത്തുകൂടലാണ് നിങ്ങൾ കാണാൻ പോണത്. അലി, നമസ്കാരം. ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഒരു വ്യത്യാസമില്ലല്ലേ? റീൽസ് അല്ല, ചെറിയ രീതിയിൽ വീഡിയോ. ഇത് ഞാൻ ശ്രീജിത്ത് അല്ലേ? എനിക്ക് ഓർമ്മ കറക്റ്റ്. നിങ്ങൾക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ശകലം പ്രായ പോലെ ഉണ്ടെന്നും അല്ലാണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏത് റൂമിലാ? ശരിക്കും നമ്മളുടെ ഇതല്ലേ അല്ലേ? അങ്ങനൊക്കെ കയറാമോ? നിങ്ങൾ കയറിയോ? പക്ഷെ വ്യത്യാസമൊന്നുമില്ല അല്ലേ? ഈ ഒരു സാധനം ഫ്രണ്ട് റൗണ്ട് കുറച്ച് വലുതാക്കി അല്ലേ? അപ്പൊ ബാക്കിലേക്ക് പണിതുണ്ടോ? ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. സുമിയുടെ പേര് മാത്രം വിട്ടു, പക്ഷെ മുഖമൊന്നും മറന്നിട്ടില്ല. സുമിയുടെ പേര് മുബീന, ഇത് ധന്യ, ഇത് സംഗീത, ഇത് സൗമ്യ. പേര് സലീം തന്നെയാണല്ലേ? ഞാൻ സത്യം പേര് പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ രൂപം മറന്നിട്ടില്ല. ശ്രീജിത്ത്, ബാക്കി എല്ലാവരും ഞാൻ പരിചയപ്പെട്ടതല്ലോ. എടാ നിനക്കൊന്നും വലിയ വ്യത്യാസമില്ലടാ. ചെറുതായിട്ട് നരച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ എവിടെയാ? സെർബിയ. ആണോ? അപ്പൊ ഇപ്പൊ ഒന്നാണോ? അതെ, അടിപൊളി. എടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അടിപൊളി. എന്തൊക്കെയുണ്ട്? ഇപ്പൊ എന്താ പരിപാടി? മതിയില്ലോ, കുറച്ച് പപ്സൊക്കെ മേടിക്കായിരുന്നു അല്ലേ? എടാ ശ്രീജിത്ത്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? നിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിൽ കാണലും പരിപാടികളൊക്കെ തന്നെ. അതാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം ജിഷ, ഞങ്ങളുടെ സ്വന്തം വിജി. വീഡിയോ എടുക്കണ്ടേ? അന്ന് ഇന്നും ഒരേപോലെ ചെറുതായിട്ടൊരു കുങ്കുമം തൊട്ടുണ്ടെന്നല്ലാണ്ട് അല്ലേ? അങ്ങനെ വേണമല്ലോ. ഈ നടന്നു വരുന്നത് ഞങ്ങളുടെ സ്വന്തം റഷീബ. എനിക്ക് ഒരുപാട് റഷീബയുടെ അമ്മയും എല്ലാ ഫാമിലി അറിയാവുന്ന, ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഒരുപാട് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ നെയ്ച്ചോറും ബീഫൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. ഇവരുടെ അമ്മേനെ എല്ലാവരും എനിക്കറിയുന്നത്. ഞങ്ങളുടെ സ്വന്തം റഷീബയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ല. എന്തൊക്കെയുണ്ട് വിശേഷം? ഇടയ്ക്ക് ഒരു വ്യത്യാസമില്ലല്ലോ. എനിക്കൊരു മാറ്റമല്ലേ? ഇല്ല, അടിപൊളി. ഉമ്മയൊക്കെ എന്ത് പറയണം? സുഖം. മറ്റേ അനിയത്തി കുവൈറ്റില്. ആണോ? അവള് നേഴ്സ്. ആണോ? ഫാമിലി ആയിട്ട് അവിടെ. ഞാനിപ്പോൾ പറയായിരുന്നു, ഞാൻ വീട്ടിൽ വന്നതും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കല്യാണത്തിന് പാർലർ. അതൊക്കെ രസമുണ്ട്. പക്ഷെ നല്ല അടിപൊളി. എല്ലാവരും എന്തായാലും സംസാരിച്ചോ. ഇന്ന് ഞങ്ങളുടെ പരിപാടി ഈ റൂമിലാണ്. ശരിക്കും ഇതല്ല ഞങ്ങളുടെ റൂം മുകളിലാണ്. ഇപ്പോഴും കോളേജിൽ രസമുണ്ടല്ലേ, പഴയ ആ ബെഞ്ചും ഡെസ്കും ഒക്കെ തന്നെ കണ്ടോ. ഇവിടെ ഞങ്ങൾക്ക് അനൗൺസ്മെൻ്റൊക്കെ വരുമായിരുന്നു. അന്നും വരും, ഇന്നും വരുമായിരിക്കും. ഇന്ന് ബോർഡിന് പകരം സ്ക്രീനായി. പണ്ട് ബോർഡായിരുന്നു. ഇപ്പം എല്ലായിടത്തും ഈ സ്ക്രീനാണ്.
കാര്യം ഞങ്ങൾ മൈക്കും സ്പീക്കറൊക്കെ ആയിട്ട് വന്നെങ്കിലും റഷീബയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് വർക്കായില്ല. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് കുറേ പണിയെടുത്തതിന് ശേഷം അത് വേണ്ട എന്ന് വെച്ച് നമ്മൾ മൈക്കും സ്പീക്കറും ഇല്ലാതെ സംസാരിക്കുകയായിരുന്നു. ഈ റൂമിൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ എക്കോ ഉള്ളതുകൊണ്ടും പിന്നെ മൈക്കും സ്പീക്കറൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടും ഞാൻ അവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ശബ്ദങ്ങളൊന്നും ഇടുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കേക്ക് കട്ടിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രീ ഡിഗ്രി ബാച്ചിൽ 25 വർഷം അതിനുശേഷം ഞങ്ങളുടെ പരിപാടി തുടങ്ങുകയാണ്. കേക്ക് കട്ടിംഗ് നടക്കുന്നു. എടാ റെഡി 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 നമുക്ക് ആകെ പരിചയം പോകുന്നില്ല. എടാ റെഡി എല്ലാവരും പിടിച്ചോ കയ്യില്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ച് ഞങ്ങളുടെ അങ്ങനെ നമ്മളെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ അതിനുശേഷം അവിടെ ഉണ്ടായത് ഓരോരുത്തരായിട്ട് അവരവരുടെ ഓർമ്മകളും എല്ലാം പങ്കുവച്ചു. അത് ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് നല്ല ഓർമ്മകളുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ വളരെ കുറച്ച് ഓർമ്മയുള്ളൂ. കാരണം നമുക്കെല്ലാം ഓർമ്മ വരുന്നില്ല എന്തുകൊണ്ടോ. പക്ഷേ ബാക്കി എല്ലാവരും മിക്കവർക്കും പലതും ഓർമ്മ. ഇപ്പം ഞാനിങ്ങനെ ചെയ്തതും അല്ലെങ്കിൽ ഞാൻ ക്ലാസ് റൂമിൽ ടീച്ചർ ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാറെന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യൻ സാറായിരുന്നു. ബാക്കി ഒരുപാട് പേരുണ്ടെങ്കിലും സെബാസ്റ്റ്യൻ സാർ ഭയങ്കര രസകരമായിട്ട് അക്കൗണ്ടൻസി പഠിപ്പിച്ചാണ്. അതിനിടയിൽ പെട്ടെന്ന് ഞങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് കുറച്ച് വൈകി സോമനും രഞ്ജു എത്തി. ഞങ്ങളൊക്കെ നല്ല കട്ട ഫ്രണ്ട്സായിരുന്നു. സോമൻ ഇപ്പോൾ പുറത്താണ്. സോമരാജൻ എന്നാണ് കേട്ടോ പേര്. സോമൻ നമ്മൾ വിളിക്കണമെന്നേ ഉള്ളൂ. രഞ്ജു എന്ന് വിളിക്കുന്നു. അങ്ങനെ രസകരമായിട്ടുള്ള ടീമുകൾ ഓരോരുത്തരായിട്ട് നമ്മുടെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിയും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയും ഞാലാടും നീടനാഴില മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും തണലത്തര മതിലും മതിയില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും മെമ്മറീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവച്ചു. അതിനുശേഷം കുറച്ച് കലാപരിപാടികളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓരോരുത്തരുടെ പാട്ടുകൾ. എല്ലാവരും ഒന്നുമില്ല, ഞങ്ങൾ മാക്സിമം ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ നിന്നെയണീക്കാൻ താമര നൂലിനാൽ ഞാനൊരു
പൂത്താടി തീർത്തു വച്ചു നീ വരുവോളം പാടാതിരിക്കുക ഞാനതെടുത്തു വച്ചു എൻ്റെ ഹൃത്തിലെടുത്തു വച്ചു ഓമകളോടി കളിക്കുവാനു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ ലാ 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 മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ തൂമഞ്ഞിൻ നെഞ്ചിലൊടുങ്ങിക്കനവ് തേനൂലും സാർവനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വിളിയും വേളയിൽ എന്തിനും വന്നു നീ മൂത്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊടുങ്ങി കനവിലിരുന്നാടിനായി കരളിൽ പൊന്നുയൽ തീർത്തു നറുമൊഴി മുല്ലപ്പൂന്തോപ്പിൽ അവനെയും കാത്തു ഞാൻ നിന്നു പൊന്നും തരിവളമിന്നും പുഴവയും ഒന്നും ഇല്ലാഞ്ഞോ എന്തൻ പ്രിയതമരിന്നെൻ മുന്നിൽ ഇന്നും വന്നില്ല പൊന്നും തരിവളമിന്നും പുഴവയും ഒന്നും ഇല്ലാഞ്ഞോ എന്തൻ പ്രിയതമരന്നെൻ മുന്നിൽ ഇന്നും വന്നില്ല അടുത്തത് ഹിന്ദി പാട്ട് പാടാൻ വേണ്ടി യൂസഫിനെ വിളിക്കുന്നു. तुम दिल की धड़कन में रहते हो मेरी सांसों से कहते हो बाहों में आ जाओ सपनों में खो जाओ 30 വയസ്സിലായി കുട്ടികൾ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഇനിയും കാശില്ലേ? നമ്മുടെ മാഹിന് ബി ഡി രാജപ്പൻ്റെ ഒരു പാട്ടാണ് ഇപ്പോൾ പാടിയത്. നമ്മുടെ സംഗീതനെ വിളിച്ചങ്ങ് കളിയാക്കി നശിപ്പിച്ച് രസമായിരുന്നു. നല്ല നിമിഷങ്ങളിലൂടെ കേട്ടോ ഞങ്ങൾ അന്ന് ട്രാവൽ ചെയ്തത്. ഇനിയും ഉണ്ട് 2-3 പെർഫോമൻസ്, കണ്ടോളൂ. मेरे
അങ്ങനെ ഞങ്ങളുടെ ക്ലാസ് റൂമിലെ രസകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഈ പഴയ പ്രോഗ്രാമുകളൊക്കെ നടന്നത് ഇവിടെയാണ്, ആ സ്റ്റേജിലും ഒക്കെ ആയിട്ട്. ഇപ്പോൾ പുതിയ സ്റ്റേജ് നേരെ വന്നു, ഇവിടെ അല്ലായിരുന്നു, ലെഫ്റ്റ് സൈഡിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. ആ ബിൽഡിംഗ് എന്തോ പുതിയതാണ്, അലി അതാണ് പറഞ്ഞത്, അതും പുതിയ ബിൽഡിങ്ങാണ്. ബാക്കിലൊക്കെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് അന്നും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ഇവിടെ ആയിരുന്നു സ്റ്റേജ്, കണ്ടോ ഈ ലെഫ്റ്റിൽ കണ്ടോ ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഒരു ഓർമ്മ തന്നെയാണ്. അവിടുത്തെ ഓർമ്മകൾ ഇനി ചോദിച്ചു നോക്കാം. ഇവിടെയുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ചുമ്മാ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, ഓരോരുത്തരായിട്ട് റിമി ടോമിയുടെ ഗാനമേള. ഏഞ്ചൽ വോയിസ് ആണോ പാല കമ്മ്യൂണിക്കേഷൻ ആണോ? ആണോ? അതെ, ഞാൻ ഒരു കേസ് പറയട്ടെ, ഓരോരുത്തരായിട്ട് പറയാമോ? പറഞ്ഞോ. ശിവദാസേട്ടന്റെ ബോഡി ഷോ. ആ, നമ്മുടെ പഴയ ശിവദാസേട്ടൻ എന്നെ പുള്ളി പിന്നെ കരാട്ടെ പഠിപ്പിക്കാൻ വന്നായിരുന്നു. സംസാരിച്ച് ഓളമായിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ പയ്യൻ നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് വന്നു. കാരണം ഞാനും കൂടി അവിടെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നെ ഞങ്ങൾ ചുമ്മാ ഞങ്ങളുടെ ആ ക്യാമ്പസ് ഒന്ന് കാണാൻ വേണ്ടി എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങി. ക്ലാസ്സുകളും ഒക്കെ നടന്ന് രസകരമായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടെ വരും. എല്ലാം ഒന്നും ഓർമ്മയുണ്ടാവില്ല, പക്ഷെ എന്നാലും ചിലപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നൽ. അങ്ങനെ ഞങ്ങൾ ആ ക്യാമ്പസിലൂടെ നടന്നു. മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടും നീടനാഴില മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും തണലത്തര മതിലും മതിയുള്ള മനസ്സുകളുടെ പ്രണയക്കുളിരും. അങ്ങനെ ഞങ്ങൾ ഈ ഗ്രൗണ്ടിലൊക്കെ കുറച്ച് നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ച് പരിപാടിയിലേക്ക് കിടന്നു. ഇതെല്ലാം അലിക്കുഞ്ഞും സംഗീതയും സൗമ്യയൊക്കെ കൂടി ചേർന്നാണ്. അലിക്കുഞ്ഞാണ് ഈ ഫുഡൊക്കെ റെഡിയാക്കിയത് കേട്ടോ. ഫ്രൈഡ് റൈസ് വെജായിരുന്നു, വെജ് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും. അപ്പോൾ ഒരു പണ്ടൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഇരുന്ന് കഴിക്കണ പോലെ ഉണ്ടായിരുന്നു അപ്പുറത്തൊക്കെ ആൾക്കാർ. അതും രസമുള്ളൊരു പരിപാടിയാണ്. അന്ന് അമ്മ കൊടുത്തു വിടുന്ന ചോറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കണം, അല്ലാണ്ട് ചില്ലി ഗോപിയും ഫ്രൈഡ് റൈസും ഒന്നും അല്ല. പക്ഷെ എന്നാലും അത് നല്ല രസമായിരുന്നു. എല്ലാവരും അപ്പുറത്തേക്ക് ഇരുന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് വെള്ളമൊക്കെ തുറന്നു കൊടുത്ത് അതൊക്കെ ഒരു ഓർമ്മ തന്നെയായിരുന്നു, പൊളിയായിരുന്നു. യെസ്, അങ്ങനെ നമ്മളുടെ റീയൂണിയൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ലാസ്റ്റ് നിമിഷത്തിലേക്കാണ്. ഞങ്ങളുടെ കുറച്ച് പേരൊക്കെ പോയി, ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. സോ ഈ എപ്പിസോഡ് ഗംഭീരമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും ഒരുപാട് ഓർമ്മകളും ഒക്കെ. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിച്ച് ഇതുപോലെ റീയൂണിയനുകൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കട്ടെ. ഞങ്ങൾ SSV കോളേജിൽ നിന്നും എന്നോടൊപ്പം എൻ്റെ എന്താ ഓക്കെ ബൈ 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 ബൈ. മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടും നീടനാഴില മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ